PFയോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കർത്താവ് നൽകിയതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ സമയമാണ് ഞങ്ങൾക്ക് ഉള്ളതെന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഈ വിശാലമായിട്ട് അനുഭവങ്ങൾ പറയുവാനുള്ള സമയങ്ങളിൽ ഒത്തിരി അനുഭവങ്ങൾ പറയാറുണ്ട്. അതിനിടയ്ക്ക് എൻ്റെ ഒരു CD റിലീസ് ചെയ്യാറുണ്ട്. ആ CD-യിലെ ആദ്യ ഗാനം ഞാൻ പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടെ എന്നാരംഭിക്കുന്ന ആ ഗാനം. CD-യുടെ പേരും അങ്ങനെ തന്നെയാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന്. അറുക്കപ്പെട്ട കുഞ്ഞാടേ ദൈവത്തിന്റെ കുഞ്ഞാടേ ദൈവത്തിന്റെ കുഞ്ഞാട് നീയാണ് ദൈവത്തോടും നീയാണ് ദൈവത്തിൻ്റെ അറുക്കപ്പെട്ട കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാട് നീയാണ് ദൈവത്തോടും നീയാണ് ദൈവത്തിൻ്റെ പാപത്തിൻ സമ്പലമാ മരണം നീയല്ലോ എനിക്ക് പകരമാ നീ അറുക്കപ്പെട്ടരിക എൻ പാപത്തിൻ സമ്പലമാ മരണം നീയല്ലോ കുഞ്ഞാടി ദൈവത്തിന്റെ കുഞ്ഞാടി നീയാണ് നീയാണ് അറുക്കപ്പെട്ട കുഞ്ഞാടി ദൈവത്തിന്റെ കുഞ്ഞാടി നീയാണ് നീയാണ്
ദൈവത്തിന്റെ കുഞ്ഞാടി നീയാണ് ദൈവത്തോളം നീയാണ് ദൈവത്തിന്റെ സെക്രട്ടറി ഈ പാട്ടുകൾ എഴുതുകയും പാടുകയും ചെയ്ത പ്രിയപ്പെട്ടവർക്ക് വിൻസെന്റ് പാസ്റ്റർ സ്നേഹവന്ദനം ഔദ്യോഗികമായിട്ട് ഈ കാലത്തെ പ്രകാശം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ജോർജോട് കൊണ്ടുവരുന്നതാണ്. വളരെ ഇതിന്റെ സ്പോർട്സ് ഒഫീഷ്യൽ സ്പോർട്സിലൂടെയാണ് മനസ്സിലുള്ള സന്തോഷകരമാണ്. ഈ പ്രിയപ്പെട്ട കുടുംബത്തോട് ബന്ധപ്പെട്ട് ഇവിടെ ആളുകൾ നാം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആരാധന സംബന്ധിക്കുകയാണെങ്കിൽ പാട്ടുകൾ എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ളതാണല്ലോ. ഇപ്പോൾ ഏത് ശുശ്രൂഷയാണെങ്കിലും ഗാനമില്ലാത്ത നമ്മുടെ ശുശ്രൂഷകൾ, ആരാധനയാണെങ്കിലും ശിശുപ്രതിഷ്ഠയാണെങ്കിലും വിവാഹമാണെങ്കിലും ശബ്ദനസ്കാര ശുശ്രൂഷയാണെങ്കിലും നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും ഗാനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ടല്ലോ. ദൈവത്തിന്റെ കാണുന്നു സ്തുതികളായും ആത്മീയ ഗീതങ്ങളായും നിങ്ങൾ കർത്താവിന് പാടി. അവൾ ഇതിൽ പാട്ടിന് വളരെ പ്രാധാന്യമുള്ളപ്പോൾ പ്രത്യേകിച്ച് അതിലൊരു സാമ്പിൾ പാട്ടാണ് പ്രിയപ്പെട്ടവർക്ക് പാടി. നമ്മുടെ സൗകര്യമായ സാധാരണ അരിയൊക്കെ അടപ്പത്തിട്ട് ചോറ് വന്നു നോക്കുന്ന എങ്ങനെയാണ് മൊത്തം എടുത്ത് നോക്കാറുണ്ടോ? ഇല്ലല്ലോ. ഒരു നോക്കിയാൽ മതി. സംശയമുണ്ടോ? അല്ല, അത് തോന്നുന്നവർക്ക് എടുത്ത് നോക്കിയാൽ മതി. ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ അവർ സാമ്പിൾ നോക്കിയാൽ മതി. വളരെ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഇത്രയും പേരോട് നിൽക്കാൻ കൊണ്ടുള്ള കാരണം നിൽക്കാത്തത് കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ശുശ്രൂഷയുടെ പ്രതീക്ഷയോടെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അതങ്ങനെ തന്നെയാണ്. കരങ്ങളെ ദൈവത്തിന് ബന്ധപ്പെട്ട് അർപ്പണിച്ചോ വളരെ ചിന്തത്തിന് കാരണമാകട്ടെ. പ്രത്യേകിച്ച് ഈ കർത്താവിന്റെ നാമത്തിന്റെ ഭവനത്തിനാണ് പ്രിയപ്പെട്ട കർത്താവ് നൽകിയ വരികൾ, അതുപോലെ പാട്ടുകൾ, അതിന് ഈണം ഇതൊക്കെ ദൈവനാമത്തിന്റെ മുഖത്തിന്റെ കാരണമാകുവാൻ നിൽക്കണം. ഞാൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കാസറ്റ്
നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അർഹപ്പെട്ട കുഞ്ഞാട് എന്ന ഈ കാസറ്റിലൂടെ പ്രകാശനം ചെയ്യുന്നു. കർത്താവിന് നാമത്തിൽ നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, ഈ കുടുംബം കർത്താവിന്റെ നാമത്തിനായിട്ട് അവരുടെ ടാലന്റുകൾ ദൈവനാമത്തിന് വേണ്ടി സമർപ്പിക്കാൻ ദൈവം സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. ഈ കാസറ്റ് കർത്താവ് ഇത് ശ്രമിക്കുന്നവര് അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവ് ഇത് മുഖാന്തരം കർത്താവിന്റെ രക്ഷയിലേക്ക് വരുവാനുള്ള മുഖാന്തരമാകട്ടെ. കുടുംബത്തിന്റെ ദൈവസഭയ്ക്ക് ഒക്കെ അനുഗ്രഹമാകുവാണ്ടിരിക്കണം. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സഹായത്തിന്റെ കരം നീട്ടണം. മഹത്വം കർത്താവിന്. പ്രാർത്ഥന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ. ബഹുമാനപ്പെട്ട റോയ് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ തന്നെ കരത്തോടെ ഭാഗമായ ഭക്ഷണം എല്ലാവരുടെയും വിശപ്പടക്കുവാൻ പര്യാപ്തമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒരു പ്രകാശനം ചെയ്യും. ഒരു കാര്യം ഓർമ്മിച്ചാൽ എല്ലാവർക്കും ഈ കാസറ്റ് ഫ്രീ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഓർമ്മിച്ചു. എന്നാലും ഒരു വാക്കുകൂടി ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ദൈവനാമത്തിന്റെ പദത്തിലായിട്ടാണല്ലോ. ഇതിനൊരു ഫിക്സ് വില ഇല്ലെങ്കിൽ തന്നെ ദൈവനാമത്തിന്റെ പദത്തിലാണ് നിങ്ങൾക്ക് വേണ്ട നിർബന്ധമാണ്. കർത്താവദാസൻ എങ്കിലും ഇത് കർത്താവിന്റെ വില നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം പ്രേരിപ്പിക്കുന്നെങ്കിൽ അതിനുവേണ്ടി സ്പോൺസർഷിപ്പ് ചെയ്തെടുക്കാൻ കൂടി ഞാൻ പിൻവലിക്കുന്നു. കർത്താവദാസങ്ങൾക്ക് ഫ്യൂച്ചറിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യുക. കർത്താവിന് കാസറ്റിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. കാസറ്റ് എല്ലാവർക്കും അവൈലബിൾ ആണ്. എല്ലാവരും കർത്താവ് എടുത്തിട്ടുകൊണ്ടേ പോകണമെന്ന് ഓർമ്മിക്കുന്നു. കർത്താവിന് എല്ലാവരും ഡിഗ്രി സഹായിക്കട്ടെ. കോട്ടയം ഒരു ഫോട്ടോ എല്ലാവരും എടുത്തിട്ടുണ്ടോ? താങ്ക് യു ഡോക്ടർ. ശുശ്രൂഷാസന്നദ്ധമായി ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഈ പാട്ട് എഴുതുവാൻ ഇടയാക്കുന്ന സാഹചര്യം എനിക്ക് പോയിസൺ അന്ന് ഞാൻ വളരെ 2.5 വർഷം കിടപ്പിലായ സാഹചര്യം ഉണ്ടായി. എന്റെ മസ്കട്ടോളൊക്കെ നഷ്ടപ്പെട്ടു. അതിനു മുൻപ് കർത്താവിനോട് സംസാരിച്ചായിരുന്നു, മോനെ നിന്റെ ഗ്ലാമർ നഷ്ടപ്പെട്ടാൽ നീ എനിക്ക് വേണ്ടി നിൽക്കുമോ, നീ കൃപയിൽ നിൽക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. അതിന്റെ മറുപടിയാണ് ഈ ഗാനം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കണ്ടാലാളല്ല എന്ന് തോന്നുന്നു വിരവുമായ അവിടുന്ന് എന്നെ രക്ഷിപ്പാകട്ടെ. അവിടുന്ന് എന്നോട് എങ്ങനെ ചോദിക്കുന്നേ? എല്ലാം എനിക്ക് വേണ്ടിയുള്ള എന്റെ ഒരു പ്രതീക്ഷ അവിടുന്ന് മാത്രമാണ് എന്ന് പാടി കർത്താവിന്റെ മഹിമപ്പെടുത്തുവാനിടയാക്കുന്ന സാഹചര്യത്തിലാണ് പുറത്തു വരുവാനിടയാക്കുന്നത്. അതിനോടനുബന്ധമായി ഒത്തിരി അനുഭവങ്ങൾ, എല്ലാ പാട്ടുകളും പാടാൻ നമുക്ക് അവസരമില്ല. എന്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. മറ്റു വാക്കിൽ പറഞ്ഞു പോവുകയാണ്. 7 വർഷം മക്കളില്ലാത്ത വർഷങ്ങളായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു മെഡിക്കൽ സയൻസ് വന്നിരിക്കില്ല, മക്കളുണ്ടാകില്ല എന്ന്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് 3 ആൺമക്കളെ തരാൻ പോവാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്റെ നിന്ന് മാറാൻ എനിക്ക് 1 മതി എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങൾക്ക് 3 ആൺമക്കളെ തരാൻ പോവാം. ഒരുത്തൻ, മറ്റൊരുത്തൻ, വേറൊരുത്തൻ. കർത്താവ് വിശ്വസ്തൻ. എന്റെ പ്രിയപ്പെട്ടവൾ 2 വർഷങ്ങൾക്ക് മുൻപ് ക്യാൻസർ ബാധിതയായി വളരെ പ്രയാസകരമായ ഗൃഹങ്ങളോടെ കടന്നുപോയി. കർത്താവ് അവളോട് കൃത്യമായി സംസാരിച്ചു. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇടയാക്കുന്നു. കർത്താവ് അത്ഭുതകരമായിട്ട് അവളെ സൗഖ്യമാക്കി. ആ സമയത്തൊക്കെ നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രസകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ജ്യൂസ് കുടിക്കുമ്പോൾ വളരെ ടേസ്റ്റോടുകൂടെ ജ്യൂസ് കുടിക്കും, പക്ഷെ അപ്പോഴൊന്നും ആരും ഓർക്കത്തില്ല ആ ജ്യൂസ് എങ്ങനെ ഉണ്ടായെന്ന്. നമുക്കറിയാം, ചില ഫ്രൂട്ട്സുകൾ ഞെരിഞ്ഞമരുവാക്കിയിരുന്നുകൊണ്ടാണ് ഈ ജ്യൂസ്. കഥാപരദാസന്മാരുടെ നല്ല നല്ല ദൂതുകളും പാട്ടുകളും ഒക്കെ സന്ദേശങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അത് ആത്മീയ ചൈതന്യം നൽകുന്നുണ്ടെങ്കിൽ, തണുപ്പ് നൽകുന്നുണ്ടെങ്കിൽ
അതിന്റെ പിന്നിൽ ജീവന്റെയും ഞാൻ മുഴുവൻ ചിലർ ഏൽപ്പിക്കപ്പെടുന്നുണ്ടാണെന്നുള്ള കാര്യം ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരട്ടെ. അടുത്തൊരു ഗാനത്തിലേക്ക് അതൊക്കെയാണ്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കുന്നതിനാൽ ഞാൻ എന്റെ ബലഹീനതയിൽ അതിസന്തോഷത്തോടെ സന്തോഷിക്കും. ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവർത്തിക്കുന്നതാ എന്റെ ബലഹീനതയിൽ സന്തോഷിക്കും ഞാൻ. ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവർത്തിക്കുന്നതാ എന്റെ ബലഹീനതയിൽ സന്തോഷിക്കും ഞാൻ. സന്തോഷത്തോടെ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ സന്തോഷിക്കും ഞാൻ. സന്തോഷത്തോടെ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ സന്തോഷിക്കും ഞാൻ. എന്റെ ഫ്യൂണറൽ സോങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ പാട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയത്തിന് വളരെ പരിമിതി, ഞാൻ പാട്ടുകളെല്ലാം കൺട്രോൾ ചെയ്യാണ്. 2
2 വർഷത്തിന്റെ അവസാനത്തിൽ ഞാൻ മരിക്കില്ല എന്ന് തന്നെയായിരുന്നു എന്റെ ചിന്ത. കാരണം കർത്താവിനോട് അങ്ങനെ സംസാരിച്ചായിരുന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ വീണിട്ട് പുറത്തു വന്നല്ലോ, ശത്രുഘ്നേശ കബ്യതിലോ തീകുണ്ടത്തിലേക്ക് വീണിട്ട് പുറത്തു വന്നല്ലോ, യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ നിന്ന് പുറത്തു വന്നല്ലോ. ഈ കാര്യങ്ങളൊക്കെയാണ് കർത്താവിനോട് സംസാരിച്ചത്. അതുകൊണ്ട് എനിക്കറിയാം ഞാൻ ഇതിലൂടെ കടന്നു പോകേണ്ടി വരും, പക്ഷെ ഞാൻ പുറത്തു വരുന്ന ഒരു പ്രത്യാശ എനിക്കുണ്ടായിരുന്നു. എന്നാൽ 2 വർഷത്തിന്റെ അവസാനത്തിൽ അവസാന ദിവസത്തിൽ ഞാൻ സ്വർഗീയ ദർശനങ്ങൾ കണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നതായിട്ട് രാവിലെ മുതലേ അങ്ങനെ ഒരു ചിന്തയില്ല. ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോടും പറഞ്ഞില്ല. പകൽ കഴിഞ്ഞു, രാത്രിയായി, എന്നിട്ട് ഞാൻ പറഞ്ഞില്ല. ഏകദേശം 2 മണിയായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പോവുകയാണെന്ന്. ഞാൻ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവളെ വിളിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, കുറിച്ചോളെ എന്റെ ശുശ്രൂഷ കഴിഞ്ഞാ പോകുന്നേ, ഞാൻ എന്റെ അമ്മച്ചിലേക്ക് പോവുകയാണ്. കുറച്ചുകൂടെ നാം തന്നിരുന്നെങ്കിൽ കുറച്ചുപേരോടും കൂടെ കർത്താവിനെ കുറിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കർത്താവിന്റെ ഹിതം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഞാൻ പോവുകയാണ്. പക്ഷേ എന്റെ ഫ്യൂണറൽ സെറമണിക്ക് നീ പ്രത്യാശയോടെ നിൽക്കണം. ഒരിക്കലും നിരാശപ്പെടരുത്. കർത്താവിന് വേണ്ടിയാ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഈ വരികൾ, ഈ പാട്ട് നീ പാടണമെന്ന് പറഞ്ഞ് വരികൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവിടെ വരികളൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാ വാസ്തവത്തിൽ അവർക്ക് സുബോധം വന്നത്. ഞാൻ ആ വരികൾ പാടാം, അതിനുശേഷം ഉണ്ടായ കാര്യം പറയാം.
എന്റെ പാലം തീർന്നതാൽ വിശ്രമം പിന്നീടുവാൻ പോകുന്നു ഞാനിതാ എന്റെ പാലം തീർന്നതാൽ വിശ്രമം പിന്നീടുവാൻ പോകുന്നു ഞാനിതാ കൊണ്ട് മൂതകഗാനങ്ങൾ പാടി ബോധിക്കുന്നതോ ക്രിസ്തുവിൽ കൊണ്ട് മൂതകഗാനങ്ങൾ പാടി ബോധിക്കുന്നതോ കൂടെ ഞാൻ പാടി ബോധിച്ചിടുവാൻ വായിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി ഇതൊരു അസാധാരണമായ പാട്ടാണ്. ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നെ നോക്കിയപ്പോൾ ഈ 2.5 വർഷവും എന്നെ ആശ്വസിപ്പിക്കാനോ എന്നെ ധൈര്യപ്പെടുത്താനോ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉദയേണ്ടി വന്നിട്ടില്ല. ഞാൻ വളരെ പ്രത്യാശയോടും ധൈര്യത്തോടും കൂടെ തന്നെയായിരുന്നു. പക്ഷെ എന്നെ നോക്കിയപ്പോൾ ഞാൻ സിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവള് പെട്ടെന്ന് ബോധവതിയായി പ്രാർത്ഥനയ്ക്കായിട്ട് മുഴങ്കാൽ മടക്കി അവിടെ ദൈവനാമത്തിൽ ഹൃദയം പകരാൻ തുടങ്ങി. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഇത്രയും ചെറുപ്പത്തിൽ ഒരു വിധവയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ എനിക്ക് കുടുംബജീവിതം തന്നത്? മക്കളില്ലാതിരിക്കെ ഡോക്ടർമാർ അസാധ്യം എന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് മക്കളെ തന്നത് അനാഥരായിട്ട് വളരുവാൻ വേണ്ടിയിട്ടാണോ? നാവിയെ അവിടുത്തെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി മസ്കറ്റിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ഇനി ഞാൻ ഏകയായിട്ട് ആ ശുശ്രൂഷ ചെയ്യുവാൻ ഇങ്ങനെ ദൈവസ്നാഥം ഹൃദയം പറഞ്ഞു തീർന്നപ്പോൾ പെട്ടെന്ന് റൂമിലേക്ക് ദൈവശബ്ദം ഇറങ്ങി വന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്ന് പ്രിയപ്പെട്ടവളാണ് കേട്ടപ്പോൾ അവൾക്ക് വളരെ പ്രത്യാശയായി പുനരുദ്ധാനത്തിന്റെ ശക്തിയുടെ ആ വിശ്വാസത്തിലേക്ക് അവൾ ഉയർത്തപ്പെടുവാനിടയായിരുന്നു. കർത്താവേ, ഈ മൃതമായിക്കൊണ്ടിരിക്കുന്ന ശരീരഭാഗങ്ങളിലേക്ക് അവിടുത്തെ ഉയർത്തുനിൽക്കുന്ന ശക്തിയുടെ വ്യാപാരം വെളിപ്പെടുമെങ്കിൽ, വ്യാപരിക്കുമെങ്കിൽ ഈ മൃതമായിക്കൊണ്ടിരിക്കുന്ന ശരീരം ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം എത്ര സത്യമാണ്. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിനെ മരിച്ചവരുടെ ഉയർത്തുനിൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർത്തുനിൽപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യശരീരങ്ങളെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. അവിടുത്തെ ശരീരഭാഗങ്ങളെ സ്പർശിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അല്പം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് പ്രസാദമായി
ആ ഉയർത്തുനിൽപ്പിന്റെ ശക്തിയുടെ വ്യാപാരം ഈ മൺകൂടാരത്തിലേക്ക് പിന്നെയും പകരുവാൻ കർത്താവിന്റെ പ്രസാദം തോന്നി. Praise God. Hallelujah. വചനം വിശ്വസിക്കുന്നുണ്ടോ? ആത്മാവിനെ പ്രാപിച്ചവരാണോ? ശരീരത്തിൽ ഏതെങ്കിലും ഭാഗം ചത്തു കിടക്കുന്നുണ്ടോ? അവരുടെ സ്തോത്രം. മരിച്ചു 4 നാളായി രാജ്യമിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവിനെ നിന്റെ ശരീരത്തിൽ ചത്തു കിടക്കുന്ന ചില അവയവങ്ങളെ ജീവിപ്പിക്കാനാകത്തില്ലേ? Praise God. ഇന്ന് രാത്രിക്കാലം നീ വിശ്വസിക്കുമെങ്കിൽ നിന്നിലും ഈ അത്യന്ത ശക്തിയുടെ വ്യാപാരം വെളിപ്പെടും. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ദൈവം എന്നെ ഈ അവസ്ഥയോടെ കടത്തിവിട്ടത്. ദൈവത്തിന് സകലമാനവും മഹത്വം വെച്ച് മർപ്പിക്കുന്നു. ഇത് നാം മഹിമപ്പെടുത്തട്ടെ. ഒരു പാട്ടും കൂടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് വളരെ പ്രത്യാശയുള്ള ഒരു പാട്ട്. കർത്താവിന്റെ വരവിന് വേണ്ടി സഭ ഒരുങ്ങുവാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമായി അടുത്ത ഗാനം. Thank you.
നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചുള്ള പാട്ടിലൂടെ അവസാനിക്കുകയാണെങ്കിൽ റിക്വസ്റ്റൂടെ വന്നിട്ടുണ്ട്. അവൻ ഒരു പാട്ട് പാടാൻ സഹോദരിയോട് സാക്ഷ്യത്തിന് പറഞ്ഞ പാട്ടിലൂടെ പാടുന്നു. ഇവിടെ ആവശ്യപ്പെട്ടിട്ട് അവരുടെ പാട്ടായിരിക്കും. ഒരു അനുഭവത്തിന്റെ കൂടെ ദയവായിട്ട് ശ്രദ്ധിക്കാൻ. ശനിയാഴ്ച തമിഴ് വർഷമുണ്ടോ? തമിഴ് വർഷം നാളെ നമുക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നില്ല. തമിഴ് വർഷം തമിഴ് ഇംഗ്ലീഷ് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ബൈബിൾ കോളേജ് ക്ലാസ്സുകളും എവിടെ വെച്ചുണ്ടായിരിക്കുന്നില്ല. മറ്റ് എല്ലാവരും ഷെഡ്യൂൾസ് പ്രോഗ്രാംസുകളാണ്. നിങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ ശ്രദ്ധിച്ചും യാത്രയുടെ ക്രമീകരണങ്ങളിലോ വളരെ പ്രാർത്ഥിച്ച് നിങ്ങൾ ഷെഡ്യൂളിനനുസരിച്ച് പോവുക, ശ്രദ്ധിക്കുക. അവധി ദിവസങ്ങളാണല്ലോ വളരെ പ്രാർത്ഥനാപരമായി മാറ്റി നാം സമർപ്പിക്കുന്നു. ഞായറാഴ്ച നമ്മുടെ മീറ്റിംഗ് കൊണ്ടായിട്ടിലേക്ക് ഞായറാഴ്ച സൺഡേ മീറ്റിംഗ്, അതുപോലെ ചൊവ്വാഴ്ച സൗകര്യമായ മീറ്റിംഗ് 5 മണിക്കുണ്ട്. വെനസ്ഡേയിലെ ബൈബിൾ കോളേജിന്റെ ക്ലാസ് ഉണ്ട്. ഫ്രൈഡേ രാവിലെ വൈകിട്ടുള്ള മീറ്റിങ്ങുകൾ. ഒപ്പം തന്നെ സെക്രട്ടറി പെട്ടെന്ന് ഓർമ്മിച്ചിട്ട് സൗകര്യ പാട്ട് പാടുന്നത് ബൈബിൾ ക്വിസിന്റെ റിസൾട്ടൂടെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. സീനിയർ ഫസ്റ്റ് ബ്രദർ റജി തോമസ്, സെക്കൻഡ് സിസ്റ്റർ നാൻസി മനോജ്, തേർഡ് സിസ്റ്റർ സുനി റോയ്, സിസ്റ്റർ അനിത കോശി 2 പേർക്കുണ്ട്. ജൂനിയർ ഫസ്റ്റ് നേഹ എം സാബു, സെക്കൻഡ് ജെറോം മനോജ്, തേർഡ് ഷെബ പി കോശി. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ജോർജ് ലിബറോ ഫാമിലിയാണ്. ആ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത PVP മീറ്റിംഗില് ബൈബിൾ ക്വിസ് റെവലേഷൻ 11 to 15 ആണ്. എല്ലാവരും പ്രാർത്ഥനയോടെ സംബന്ധിക്കുക. ഇനിയുള്ള PVP പ്രോഗ്രാമുകളിൽ കൂടുതൽ പാർട്ടിസിപ്പൻസിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഒത്തിരി കഴിവുള്ള കുഞ്ഞുങ്ങളെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. മാക്സിമം കുഞ്ഞുങ്ങളെ ഈ വേദിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാവരോടും ആഹ്വാനം പറയുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ഈ പാട്ട് ഞങ്ങൾ മസ്കറ്റിൽ നിന്ന് കർത്താവിന്റെ വേദിയുള്ള ബന്ധത്തിൽ പോയിട്ട് ആന്ധ്രയിൽ വെച്ചാണ് ഈ പാട്ട് എഴുതുന്നത്.
ഇത് തെലുങ്ക് ഭാഷയിലാണ് ഞങ്ങൾ പാടുന്നത്. ഇന്നിവിടെ മലയാളത്തിൽ പാടുകയാണ്. ഞാൻ പ്രിയ ശിശുലാല ബിഡലാല. അവിടെ വെച്ച് ഞങ്ങൾ വളരെ അധികം കഷ്ടത്തിലൂടെ കടന്നുപോയി. ഈ എ സിയിലൊക്കെ വളർന്ന പിള്ളേരെ ജനിച്ച 2 പിള്ളേരെ എ സിയിൽ ജനിച്ച പിള്ളേരെ അവരും കൊണ്ടാണ് അവിടെ പോയത്. ഭയങ്കര ചൂട്, കൊതുകൊക്കെ എടുത്തോണ്ട് പോകും, ഈച്ച, വെള്ളമില്ല, ഭയങ്കര പ്രയാസങ്ങൾ നിറഞ്ഞൊരു അവസ്ഥയായിരുന്നു. ഇവിടുന്ന് നല്ല തടിയിലൊക്കെ സുഖനായിട്ട് അവിടെ ചെന്നത്. പക്ഷെ ഭക്ഷണമൊന്നും കിട്ടാതെ ആകെ മരണത്തോളായി, പ്രയാസത്തിലായി. ആ സമയത്താണ് കർത്താവ് ഈ ഗാനം തരുവാനിടയായിരുന്നത്.
I